ഹായ് എവ്രിവൺ, വെൽക്കം ടു കാൻഡൻ ടോക്സ്. മക്കളെ സംബന്ധിച്ചിടത്തോളം കൗമാരക്കാലം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കൊരു പേടി സ്വപ്നമാണ്. പണ്ടൊക്കെ ടീനേജ് എന്ന് പറഞ്ഞാൽ 13 മുതൽ 19 വയസ്സ് വരെ ഉള്ള കാലയളവായിരുന്നു. പക്ഷേ ഇപ്പോൾ WHO നിർവചനം അനുസരിച്ച് 10 മുതൽ 19 വയസ്സ് കാലയളവ് ടീനേജായി കണക്കാക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ, അതായത് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ചൈൽഡ്ഹുഡ് കഴിഞ്ഞാൽ ബ്രെയിൻ വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ടീനേജ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ അഡോളസെൻ്റ് പീരീഡ് അല്ലെങ്കിൽ ടീനേജ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഡിസിഷൻ മേക്കിംഗ് ഒരു അഡൾട്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയും. ഇമോഷൻസ് ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഡിസിഷൻസ് പലപ്പോഴും തെറ്റായി പോകാറുണ്ട്. ശരീരം വളർന്നിട്ടുണ്ടെങ്കിലും മനസ്സ് വളരാത്തൊരു കാലം. ഈ കാലഘട്ടത്തിൽ മുതിർന്നവരിൽ കുറ്റം കണ്ടെത്തും, അവരെ വിമർശിക്കും. കേവലം ഒരു കുട്ടിയായിട്ട് കണക്കാക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഒരു മുതിർന്ന ആളുടെ ഒരു മെച്യൂരിറ്റി അവർക്ക് എത്തിയിട്ടുമില്ല. സ്നേഹത്തിന് വേണ്ടിയിട്ട്, കൂട്ടുകെട്ടിന് വേണ്ടിയിട്ടൊക്കെ സുഹൃത്തുക്കളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലമാണ് ടീനേജ് എന്ന് പറഞ്ഞാൽ. മാതാപിതാക്കളുടെ അടുത്ത് കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നില്ല. കൂട്ടുകാരുടെ പ്രസൻസാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. ടീനേജേഴ്സിനും മുതിർന്നവരുടെ ശരീരവും കുട്ടികളുടെ മനസ്സുമാണുള്ളത്. ഫിസിക്കലി അവർ മെച്യൂർഡ് ആണെങ്കിലും മെൻ്റൽ മെച്യൂരിറ്റി എത്തിയിട്ടില്ല. അവർക്കൊരു ഫീലിംഗ് ഉണ്ട് ഈ സമയത്ത്, പാരൻസ് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും. എന്നാൽ അതിനുള്ള പക്വത വന്നിട്ടുമില്ല. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു സംഘർഷമാണ്, ഒരു ഫൈറ്റാണ് ഉള്ളിൽ നടക്കുന്നത്. ഇന്നാൾ പെരുമാറിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ അവരെ എക്സിബിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറേ സംഘർഷങ്ങൾ അവരുടെ മനസ്സിൽ നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പാരൻസിന് എന്ത് ചെയ്യാൻ കഴിയും? ഇവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ കൂട്ടുകാരാരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. കൂട്ടുകാരെയൊക്കെ വീട്ടിലേക്ക് വരാൻ അനുവദിക്കണം. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. കൂട്ടുകാരെക്കുറിച്ചും അവരുടെ ബാക്കിയുള്ള വ്യക്തിബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ മാതാപിതാക്കൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കൗമാരപ്രായത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. ടീനേജ് കാലഘട്ടത്തിൽ കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഒരു കരുതലും ഒരു ശ്രദ്ധയും മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. ഞാൻ വലിയൊരാളായി, ഞാൻ മുതിർന്ന ആളായി എന്നൊക്കെ ഒരു ചിന്ത അവർക്കുണ്ടാവും. പാരൻസും ടീച്ചേഴ്സും അവരെ കുട്ടിയായിട്ട് പരിഗണിക്കുമ്പോൾ അത് അവരിൽ പ്രശ്നം ഉണ്ടാക്കും. പാരൻസിൻ്റെ അടുത്തും ടീച്ചേഴ്സിൻ്റെ അടുത്തും ഒക്കെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു സംഘർഷമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഈ ടീനേജ്. ഇതുവരെ ഉണ്ടാകാത്ത പല ഹാബിറ്റ്സും, ഇൻക്ലൂഡിങ് ലഹരി ഉപയോഗം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഫ്രണ്ട്സ് വഴിയൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അത് തമാശക്ക് ഉപയോഗിച്ചിട്ട് പിന്നീട് ഇതൊരു ശീലമായി മാറുകയാണ്. ചിലപ്പോൾ അവർ ഇതിൻ്റെ കാരിയേഴ്സായിട്ട് മാറാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുക, അധ്യാപകരെ അനുസരിക്കാതിരിക്കുക, അക്രമവാസന, അച്ചടക്ക ലംഘനം, ലക്ഷ്യബോധമില്ലായ്മ, പുറപ്പെട്ടു പോവുക, ലഹരി മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടുന്ന ശ്രദ്ധയും പരിഗണനയും പരിചരണവും ഈ മാതാപിതാക്കൾ കൊടുക്കേണ്ടതാണ്. ശരിയായ മാർഗനിർദ്ദേശങ്ങളും കരുതലും ഈ കാലഘട്ടത്തിൽ നൽകിയില്ലെങ്കിൽ കുട്ടികൾ വഴിവിട്ടു പോകാനുള്ള ഒരു സാധ്യത വളരെയേറെ കൂടുതലാണ്. So if you like this video, please follow my channel. See you next time. Bye.